പാകിസ്ഥാനിൽ അടുത്ത കാലത്തായി അജ്ഞാതന്മാരുടെ വിളയാട്ടമാണ്. ഒരു ഭാഗത്ത് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ മേഖല വലിയ രീതിയിൽ സംഘർഷഭരിതമാകുന്നു. മറുഭാഗത്ത് BLA അതായത് ബലൂച്ച് ലിബറേഷൻ ആർമി അവിടെ വലിയ രീതിയിൽ വിഘടനവാദ സ്വരമുയർത്തുന്നു. ബലൂചിസ്ഥാൻ ഒരു സെപ്പറേറ്റ് രാജ്യമാക്കണം എന്ന് പറയുന്നു. അതിന്റെ ഭാഗമായി പാകിസ്ഥാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധി പാകിസ്ഥാനിൽ സൃഷ്ടിക്കുന്നു. 240 പട്ടാളക്കാരെ അടക്കം കൊന്നുതള്ളുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം 90 പട്ടാളക്കാരും അവർ കൊന്നുതള്ളുന്ന ഒരു വാർത്തയും ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്തതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത, ഇന്ത്യയുടെ പ്രധാന ശത്രുവായിട്ടുള്ള ഹാഫിസ് സയ്യിദിന്റെ വലം കൈയായിട്ടുള്ള ഭീകരനെ ഒരു അജ്ഞാതൻ അവിടെ വധിച്ചു അല്ലെങ്കിൽ കൊന്നുകളഞ്ഞു എന്നുള്ള വാർത്തയാണ് നമുക്ക് വരുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത സഹായിയായി കണക്കാക്കപ്പെടുന്ന അബൂ ഖത്തർ ഇന്നലെ ക്രൂരമായി കൊല്ലപ്പെട്ടു. ഈ വിഷയം ഇതുവരെ പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്താ ഹാഫിസ് സയ്യിദും ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ഹാഫിസ് സയ്യിദ് ഗുരുതര പരിക്കുകളോടുകൂടി ഇപ്പോൾ ചികിത്സയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിനു പുറമെ മറ്റൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വരികയാണ്. ഇതൊരു ഉന്നത കൊലപാതക കേസെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളടക്കം പറയുന്നത്. ഇത് പാകിസ്ഥാൻ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇതിപ്പോഴാണ് പുറത്തു വരുന്നത്. അതായത് ജാമിയത്ത് ഉലമ ഇ ഇസ്ലാം JUI അജ്ഞാതരായിട്ടുള്ള ആക്രമികൾ വെടിയുതിർത്തതായിട്ടാണ് ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള വിവരം. ഈ സംഭവത്തിൽ മുതിർന്ന നേതാവ് മുഫ്തി അബ്ദുൾ ബാക്കി മരിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ ആക്രമണത്തിന് മുഫ്തി അബ്ദുൾ ബാക്കി നുർസായിക്ക് ഗുരുതരമായി പരിക്കേറ്റതായി പോലീസ് പറയുന്നുണ്ട്. നിരവധി തവണ വെടിയേറ്റ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം മരിച്ച സ്ഥലം ആക്രമണം സ്ഥിരീകരിക്കുന്നതിനുമപ്പുറം സുരക്ഷാ സേന കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഞായറാഴ്ച പാകിസ്ഥാനിലെ ക്വറ്റയിൽ നിന്ന് ടഫ്താനിലേക്ക് പോവുകയായിരുന്ന സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഒരു വലിയ ഭീകരാക്രമണം നടന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. 7 സൈനികർ കൊല്ലപ്പെടുകയും 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനു പിറകിലാണ് പാകിസ്ഥാനിൽ ഒന്നൊന്നായി അജ്ഞാതർ ഇന്ത്യയുടെ ശത്രുക്കളെ അടക്കം കൊന്നൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാനായി സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നടന്ന ഈ അജ്ഞാതന്റെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അഫ്ഗാനിസ്ഥാനാണ് എന്നാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. കാരണം ബലൂച്ച് ലിബറേഷൻ ആർമി ഒരു ഭാഗത്ത് വിഘടനവാദം നടത്തുന്നു, ഒരു ഭാഗത്ത് ടെഹ്രീക്കെ താലിബാൻ അവിടെയുള്ള സകല പാക് ഭീകരരെയും വലിയ രീതിയിൽ അവർ നോട്ടമിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ആയിരിക്കും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്നാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അജ്ഞാതന്റെ വിളയാട്ടം പാകിസ്ഥാനിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.